ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മുടെ പല പ്രതിനിധികളും എംപിമാരും വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യ എന്തുകൊണ്ട് പാകിസ്ഥാനെ ആക്രമിച്ചു എന്നത് പലതവണ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ മികച്ച പ്രസംഗങ്ങളിലൂടെ ലോകത്തെ തന്നെ കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ജയശങ്കർ തന്നെ കളത്തിൽ ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം ആരംഭിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് റഫേൽ സമ്മാനിച്ച രാജ്യം ഫ്രാൻസിലാണ് ആദ്യ സന്ദർശനം. അതെ അതെ, റഫേലിൻ്റെ അടുത്ത തലമുറ ഇനി ഉണ്ടാവും, അത് വാങ്ങിക്കും. പക്ഷേ ഇവിടുത്തെ അതിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് അതല്ല. നമ്മുടെ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ പല രാജ്യങ്ങളിലായിട്ട് പോയി അവരെ ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി. വളരെ വിജയകരമായിട്ട് തന്നെ. എതിർത്തൊരു ചോദ്യം പോലും ഉണ്ടായിട്ടില്ല. അതേസമയം ബിലാവൽ ഭൂട്ടോ പോയപ്പോൾ വാഷിങ്ടണിൽ തന്നെ അദ്ദേഹത്തിന് എതിർ ചോദ്യങ്ങളുണ്ടായി. തന്നെയല്ല, നിങ്ങൾ തീവ്രവാദം നിർത്തണമെന്ന് കോൺഗ്രസ് പാർലമെൻ്ററി ഡെലിഗേഷൻ്റെ അധ്യക്ഷൻ തന്നെ അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. ബ്രാഡ് ഷോമർ എന്ന് പറയുന്ന ആളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയെ എലിമിനേറ്റ് ചെയ്യണം, നിരോധിക്കണമെന്നല്ല പറഞ്ഞത്, എലിമിനേറ്റ് ചെയ്യണം, അവിടെ നിന്ന് ഇല്ലാതാക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. ആ തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഇന്ത്യക്ക് കേൾക്കേണ്ടി വന്നില്ല. കാരണം എന്ന് മാത്രമല്ല, കൊളംബിയയിലെ ശശി തരൂരിൻ്റെ സംഘം പോയപ്പോൾ കൊളംബിയ നേരത്തെ പാകിസ്ഥാനിലുണ്ടായിട്ടുള്ള മനുഷ്യ നഷ്ടത്തെക്കുറിച്ചിട്ട്, മരണങ്ങളെക്കുറിച്ചിട്ട് ഒരു അനുശോചന പ്രസ്താവന ഇറക്കിയിരുന്നു, സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട്. ശശി തരൂർ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ അവരെ ധരിപ്പിച്ചപ്പോഴത്തേക്കും അവർ ഈ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാർ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു നയതന്ത്ര വിജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വാഷിങ്ടണിൽ പോയപ്പോൾ ജോർജ് വാൻസ് എന്ന് പറയുന്ന വൈസ് പ്രസിഡൻറ്റ്, അദ്ദേഹം നയപരമായിട്ട് വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ അവതരിപ്പിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം ഊട്ടിയുറപ്പിച്ചു. ഒരു എതിർപ്പും ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതല്ലാതെ അദ്ദേഹം ഈ പറയുന്നതിന് യാതൊരു വിധമായ ഇമ്പാക്റ്റും അതിന് യാതൊരു വിധമായിട്ടുള്ള ഫാക്റ്റും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ഫ്രാൻസുമായിട്ട് ഇനി പോകുന്നത് നമുക്ക് തീർച്ചയായിട്ടും റഫാൽ വിമാനം യുദ്ധത്തിൽ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ജനറേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സാങ്കേതികവിദ്യ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങളാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് അങ്ങനെ ഒരു ഓഫർ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൻ്റേതായിട്ടുള്ള അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് നമുക്ക് വ്യാപാര പങ്കാളിയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. അത് നമ്മുടെ തീവ്രവാദത്തിനെതിരാണ് അവർ. കാരണം സമാധാനമായ അന്തരീക്ഷത്തിൽ മാത്രമേ വ്യവസായം വളരുകയുള്ളൂ. വ്യവസായം കൊണ്ട് നിലനിൽക്കുന്ന രാജ്യങ്ങളാണിതൊക്കെ. അപ്പോൾ അവർക്കും രണ്ടാമതൊരു അഭിപ്രായം വരാൻ സാധ്യതയില്ല. പിന്നെ ബെൽജിയം യൂറോപ്പിൻ്റെ ഭാഗം തന്നെയാണ്. ആ രാജ്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും വ്യാപാരം ഒരു മുഖ്യ ഇഷ്യൂ ആയിരിക്കും. പക്ഷേ ഫ്രാൻസ് കുറച്ച് വ്യത്യസ്തമായിട്ട് ആയുധത്തിൻ്റെ കാര്യവും അവിടെ ചർച്ച ചെയ്യും. കാരണം ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള വിമാനമാണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. റഫേൽ വിമാനങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാർ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്കതേ വിശ്വസിക്കാൻ പറ്റൂ. 4-5 തകർന്നു വീണ എന്നുള്ള റൂമറുകൾ പലപ്പോഴും വരുന്നുണ്ട്. പക്ഷേ അതിന് സാധ്യതയില്ല. കാരണം ഇന്ത്യൻ അതിർത്തിയിൽ നിന്നാണ് നമ്മൾ യുദ്ധം ചെയ്തത്. പാകിസ്ഥാനിലേക്ക് റഫാൽ വിമാനങ്ങൾ അങ്ങനെ കടന്നുപോയിട്ടില്ല. മിസൈലുകളും ഡ്രോണുകളും ആകാശ് മിസൈലും ബ്രഹ്മോസ് മിസൈലും ഒക്കെയാണ് കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് ആ പറയുന്നത് അത്ര വിശ്വാസയോഗ്യമായിട്ടുള്ള തെളിവുകളും നമുക്ക് ലഭ്യമല്ല. അപ്പോൾ ആ തരത്തിൽ കുറച്ചുകൂടി ഇനിയിപ്പോൾ കുറച്ചുകൂടി അടുത്ത ജനറേഷനിലുള്ള സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജിയിലുള്ള ആയുധങ്ങൾ കൈവരിക്കുന്നതിനായിരിക്കും ഫ്രാൻസിലെ സന്ദർശനം പ്രയോജനപ്പെടുക എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. അപ്പോൾ തന്നെയല്ല, ഇദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പരിപൂർണ വിജയമായിരിക്കുക സംഭാഷണം. എന്തെങ്കിലും ഒരു വ്യാപാര കരാറോ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള കരാറോ അല്ലെങ്കിൽ ഒരു ആയുധ കരാറോ ഒപ്പിടാതെ അദ്ദേഹം തിരിച്ചു പോരാറില്ല. ആ തരത്തിൽ ആ ലെവലിലേക്ക് ഇത് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പോയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ പെഹൽഗാമിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്നെ വിമർശനം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് ഇത്തരം ഈ പാകിസ്ഥാനെ ആക്രമിക്കും മുമ്പ് ജയശങ്കർ അറിയിച്ചു എന്നൊരു പ്രസ്താവന അദ്ദേഹം പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വെച്ചാണ് വിമർശിക്കുന്നത്. അതിനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ല. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കും മുമ്പ് പാകിസ്ഥാനെ അറിയിച്ചതായി ജയശങ്കർ പറഞ്ഞിരുന്നു. അത് വലിയ രീതിയിൽ ഒരിക്കലും അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് പറയുന്നത്.
അല്ല, രാഹുലിന്റെ വിമർശനമായിരുന്നു. അതെ. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോകുന്നത്. അല്ല, അത് പറഞ്ഞ എല്ലാവരും കേട്ടതാണല്ലോ, അദ്ദേഹം കേട്ടു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ ഇതാണ്, അതായത് ഞങ്ങൾ പാകിസ്ഥാൻ്റെ സേനയിൽ പറഞ്ഞു, ഞങ്ങൾ എപ്പോഴും അതിൻ്റെ ഭീകരതാവളങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ പ്രശ്നത്തിൽ വന്നിട്ടില്ല. ഞങ്ങൾ തകർത്തത് ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയ ഭീകരവാദികളുടെ ക്യാമ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുഖം രക്ഷിക്കാം. ഞങ്ങളോട് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് മുഖം രക്ഷിച്ചുകൊണ്ട് നാണക്കേട് ഉണ്ടാകാതെ ഇപ്പോൾ തന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്, ഞങ്ങളുടെ അടുത്ത അടി ഏൽക്കാതെ എന്നുള്ളൊരു വാണിംഗ്. അത് സാധാരണഗതിയിൽ എല്ലാ യുദ്ധത്തിലും പറയാറുള്ളൊരു വാക്കാണ്. ഈ യുദ്ധതന്ത്രം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പൂഴിക്കടകൻ അടിക്കുമ്പോൾ പോലും പൂഴിക്കടകൻ അടിക്കാൻ പോവുകയാണെന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് മണ്ണ് വാരി ഇടുന്നിട്ടുള്ള ആക്രമണം, കണ്ണ് കാണാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അതങ്ങനെ ഒരു യുദ്ധ നിയമവും ഒരു മര്യാദ, അന്താരാഷ്ട്ര മര്യാദയാണ്. മാന്യമായിട്ടുള്ള ഇന്ത്യയെ പോലൊരു രാഷ്ട്രത്തിന് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പാകിസ്ഥാനെ പോലെ പെരുമാറാൻ പറ്റില്ല, ഭീകരവാദികളെ പോലെ പെരുമാറാനും പറ്റില്ല എന്നുള്ള, പാലസ്തീനെ പോലെയും പാകിസ്ഥാനെ പോലെയും നമുക്ക് പെരുമാറാൻ പറ്റില്ല. അത് അറിയാൻ വയ്യാത്ത വിവരമില്ലായ്മ കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണെന്ന് ഇതിനോടത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു വസ്തുതയാണ്. അത് അല്ല, ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചല്ലോ, അവർ നശിച്ച് നാറാണക്കല്ലായി എന്ന് അവരുടെ പ്രധാനമന്ത്രി തന്നെ സമ്മതിക്കുമ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവ് ഇരുന്നുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഇന്ത്യക്ക് എന്തൊക്കെയോ സംഭവിച്ചു എന്ന് വായ്ത്താരി പാടുന്നത്, എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചുരമാന്തി നിൽക്കുകയാണ്. തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് ചുരമാന്തി മുക്കറയിട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. കാരണം ഇന്ത്യക്കെതിരെ ചുരമാന്തി പാകിസ്ഥാനെ തകർത്തതിന്, പാകിസ്ഥാൻ്റെ ഭീകര ആക്രമണ കേന്ദ്രങ്ങൾ തകർത്തതിനും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആകെ തകർത്തതിലും അദ്ദേഹത്തിന് മനസ്സിലെന്തോ ദേഷ്യം ഇന്ത്യയോടും മോദിയോടും ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു മുക്കറായിട്ട് ചുരമാന്തി നിൽക്കുന്ന ഒരു കാളക്കൂറ്റൻ്റെ ഭാഷയാണ്, ശരീരഭാഷയാണ് അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. പറയുന്ന കാര്യത്തിൽ സത്യവുമില്ല, യുക്തിയുമില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ചറിയാം, ഇപ്പോൾ റഷ്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വലിയ രീതിയിൽ ഇന്ധനങ്ങൾ, എണ്ണ വാങ്ങുന്നുണ്ടല്ലോ. അതിനുശേഷം വലിയ വിമർശനങ്ങളാണ് യൂറോപ്യൻ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ ഒരു സമയത്താണല്ലോ ഇപ്പോൾ ജയശങ്കറിന്റെ ഒരു സന്ദർശനവും. അതെങ്ങനെ നോക്കിക്കാണും? അതെ. ഫ്രാൻസുമായിട്ട് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഫ്രാൻസുമായിട്ട് പ്രശ്നമൊന്നുമില്ല. ബെൽജിയവുമായിട്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ റഷ്യയിൽ നിന്ന് നമ്മളിത് വാങ്ങുന്നതിൽ നമുക്ക് ഒരു ദേഷ്യമുണ്ട്. കാരണം അത് ആ ഊർജ്ജ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മെഡിറ്ററേനിയൻ റൈസിന ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യുക്രൈൻ അനുകൂലമായി വലിയ രീതിയിൽ പണം മുടക്കുന്നത്, അവർക്ക് ആയുധങ്ങൾ നൽകുന്നതുമെല്ലാം പരസ്യമായ രഹസ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതെ. അപ്പോൾ ആ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റഷ്യ എന്ന രാജ്യം സാമ്പത്തികമായി തകരണമെന്നുണ്ട്. അതുകൊണ്ട് അവർ ഉപരോധം ഉൾപ്പെടെയുള്ളവ നടത്തിയിട്ടുണ്ട്. ആ സമയത്താണ് യൂറോപ്യൻ യൂണിയനെ അമേരിക്കയെ വെല്ലുവിളിച്ച് ഇന്ത്യ നേരിട്ട് ഇന്ത്യൻ രൂപയുമായി ബന്ധപ്പെട്ട് ആ ഇന്ധനങ്ങൾ വാങ്ങുന്നത്. US-നുള്ളതുപോലൊരു ദേഷ്യം അക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയനില്ല. അവരത് ഔദ്യോഗികമായിട്ട് പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല. കാരണം അവർ ഊർജ്ജ പ്രതിസന്ധി അനുഭവിക്കുക, റഷ്യയിൽ നിന്ന് ഊർജ്ജം വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട്. എന്ന് മാത്രമല്ല, ബ്രസൽസിൽ വെച്ച് യൂറോപ്യൻ യൂണിയൻ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കാജ കല്ലസുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതിലിത് പരിഹരിക്കാനുള്ള യുക്തി ഒക്കെ ജയശങ്കറിനുണ്ട്. അതൊക്കെ മറികടക്കാനും അവർക്ക് എന്തെങ്കിലും ദേഷ്യം നമ്മളോടുണ്ടെങ്കിൽ അതില്ലാതാക്കാനുള്ള യുക്തിയൊക്കെ ജയശങ്കറിനുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള നയതന്ത്രവും കൗശലവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ നിന്ന് നേരെയാക്കാൻ കൂടി ആയിരിക്കണം താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം അങ്ങോട്ട് പോയിട്ടുള്ളതെന്ന് വേണം കരുതാൻ. തന്നെയല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, തുർക്കിയെ എന്ന് പറയുന്ന രാജ്യം നാറ്റോയുടെ ഭാഗമാണ്, യൂറോപ്പിൻ്റെ ഭാഗമാണ്. ആ രാജ്യം പരസ്യമായിട്ട് ഈ ഭീകരവാദ രാജ്യത്തിന് ഡ്രോൺസ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ പറയാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഒരു നയതന്ത്ര തലം അദ്ദേഹം അവിടെ പരുവപ്പെടുത്തിയെടുക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.